ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സൊമാറ്റോ ഫുഡ് ഡെലിവറി ജോബിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ജോലിക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് അറിഞ്ഞിട്ടേ നിങ്ങൾ ഈ ജോലിക്ക് കയറാവുള്ളൂ എന്ന് പറയുന്നതിന് കാരണമുണ്ട്. കാണുന്നവർക്ക് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ജോലിയായിരിക്കും. അതായത് നമ്മൾ ഫുഡ് എടുക്കുന്നു, ഹോട്ടലിൽ പോകുന്നു, ഹോട്ടലിൽ നിന്ന് ഫുഡ് എടുക്കുന്നു, നേരെ കസ്റ്റമർക്ക് കൊണ്ട് കൊടുക്കുന്നു, അവിടുന്ന് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുന്നു, ജോലി കംപ്ലീറ്റ്. ഇത്രയാണ് എല്ലാ സാധാരണക്കാർക്കും അറിയാം. എല്ലാ സാധാരണക്കാർക്കും എന്നല്ല, ഈ ജോലി ചെയ്യുന്നവർക്കല്ലാത്ത ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത്രയും മാത്രമാണ്. പക്ഷേ ഈ ജോലി ചെയ്യാൻ നേരത്ത് നമുക്ക് ഒത്തിരി നെഗറ്റീവുകളും ഉണ്ട്, ഒത്തിരി പോസിറ്റീവ് വശങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. സൊമാറ്റോ ഫുഡ് ഡെലിവറി ജോബിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രീഡം ആയിരിക്കും. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ജോലി ഓഫാക്കാം. പറഞ്ഞു വന്നാൽ നമുക്ക് ഒരു എന്നാ മുതലാളിയുമില്ല, തൊഴിലാളിയുമില്ല. അതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ വേറെ ഏതെങ്കിലും മറ്റൊരാളുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ കിട്ടണമെന്നില്ല. അവർ പറയും ഇന്ന് ലീവ് എടുക്കാൻ പറ്റുകയില്ല, ഇന്നിവിടെ ആൾ കുറവാണ്, അതുകൊണ്ട് ഇന്ന് നാളത്തേക്ക് ലീവ് കിട്ടുകയില്ല, ഇന്നത്തേക്ക് ലീവ് കിട്ടുകയില്ല. അങ്ങനെ പല പല കാരണങ്ങളും പറയും നമുക്ക് ലീവ് പോലും നിഷേധിക്കപ്പെടും. മറ്റൊരാളുടെ കീഴിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ. അതേസമയം ഈ ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നിവാസം പോലെ നമുക്ക് ജോലി ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഇത് വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ഈ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്. സത്യം പറഞ്ഞാൽ ഇത് ഞാനൊരു ജോലിയായിട്ടല്ല കാണുന്നത്. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ പോലെ ഞാനതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടേ കാണത്തുള്ളൂ. നമ്മൾ ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു ജോലിയായിട്ട് നമ്മൾ ഒരിക്കലും കരുതരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരുമാതിരി ചൂണ്ടയിടുന്ന ഏർപ്പാടാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു തരാമല്ലോ. അതായത് ഇന്ന ദിവസം ഇത്ര രൂപ സാലറി കിട്ടും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇന്ന് നമ്മൾ ചിലപ്പോൾ 500 രൂപയ്ക്കാണ് പണിയുന്നതെങ്കിൽ നാളെ ചിലപ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് പണിയാൻ പറ്റും. അതിൻ്റെ പിറ്റേ ദിവസം ചിലപ്പോൾ നമുക്ക് 1500 രൂപയ്ക്കും പണിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടിപ്പ് കിട്ടും. പിന്നെ നമ്മൾ ജോലി ചെയ്യാൻ നേരത്ത് നല്ല മഴയൊക്കെ പെയ്യുവാണെങ്കിൽ റെയിൻ സർജ് എന്നും പറഞ്ഞ് 15 രൂപ 20 രൂപ അങ്ങനെ നമുക്ക് കിട്ടും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഏരിയയിലുള്ള എത്ര സ്ഥലങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചോദ്യം മനസ്സിലായോ? അതായത് നമ്മുടെ ഏരിയയിൽ ഇപ്പോൾ എത്ര കുറുക്ക് വഴികളുണ്ടെന്നോ എത്ര നല്ല റോഡുകളുണ്ടെന്നോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതേസമയം ഈ ജോലിക്ക് നമ്മൾ പോകാൻ നേരത്ത് നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള സ്ഥലങ്ങളും നമ്മുടെ ഏരിയയിലുമായിട്ട് കണക്റ്റഡായി കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള കുറുക്ക് വഴികളും അല്ലാത്ത റോഡുകളും പല റോഡുകൾ, അതായത് എല്ലാ റോഡുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ. കാരണം പല രീതിയിലും പല വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നത്. ഈ സൊമാറ്റോ ഫീൽഡിൽ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഡെയിലി ഒരു 1000 രൂപ സേവ് ചെയ്യാനും പെട്രോൾ ചിലവും ആഹാരം കഴിപ്പും ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും ഒരു 10-300 രൂപ 10-400 രൂപ അത്രയൊക്കെ വരത്തുള്ളൂ ചിലവ്. എനിക്കൊക്കെ പറഞ്ഞാൽ ഒരു 300 രൂപ സംതിങ് പെട്രോൾ പൈസ പോകും. അതുപോലായിട്ട് പിന്നെ ആഹാരം കഴിക്കുന്നതിന് വേറെ ഒരു 500 രൂപ. ഇത് ഞാൻ ഇപ്പോൾ ഒരു ദിവസം 1500 രൂപയ്ക്ക് പണിയുന്നുണ്ടെങ്കിൽ അത് 1000 രൂപ സേവായിട്ടും 500 രൂപ എൻ്റെ പെട്രോൾ ചിലവും ഫുഡ് ചിലവുമായിട്ടും എനിക്ക് പോകാറുണ്ട്. ഈ ജോലിക്ക് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ കയ്യിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു 4 GB റാമുള്ള ഫോണെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. അതായത് നേരത്തെയൊക്കെ എൻ്റെ കയ്യിൽ 2 GB റാമുള്ള ഫോണായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 GB റാമുള്ള ഫോണൊക്കെ ആകാൻ നേരത്ത് നമ്മുടെ ഫോൺ ചിലപ്പോൾ ഹാങ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഹാങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ആണെങ്കിലും ഇപ്പോൾ ഓപ്പണായി വരാൻ താമസം വരും. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫോൺ ഹാങ് ആയി നിൽക്കാനായിട്ട്. അപ്പം കസ്റ്റമർ അതുപോലെ തന്നെ വീട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഈ ലൊക്കേഷൻ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ പല പല സമയമാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. സമയം നോക്കിയാണ് ഇത് വരുന്നത് ഓർഡർ. അതായത് നമ്മളിപ്പോൾ എത്രയും നേരത്തെ ഡെലിവറി ചെയ്യുന്നോ അത്രയും നേരത്തെ അടുത്ത ഓർഡർ നമുക്ക് അടിക്കും.
അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂട്ട് കിടക്കുന്നത്. എന്നും പറഞ്ഞ് 100-150 കിലോമീറ്റർ സ്പീഡിൽ പോയി ഡെലിവറി ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് നമ്മൾ അത്യാവശ്യം ഒരു ഓവർ സ്പീഡിലാണ് പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് കാണിച്ചു തരും, നിങ്ങൾ ഗോ സ്ലോ, നിങ്ങൾ പതുക്കെ പോകണം എന്നും പറഞ്ഞ് അലേർട്ട് വരും. ഓക്കെ. അപ്പോൾ ഫോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മിനിമം ഒരു 4 GB റാമുള്ള ഫോണെങ്കിലും നിങ്ങൾക്ക് വേണം. പിന്നെയെന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണായിരിക്കണം. കുറഞ്ഞത് ഒരു 5000 mAh ബാറ്ററി ബാക്കപ്പ് അത്രയെങ്കിലും ഉള്ള ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. കാരണം കുറച്ച് മണിക്കൂറുകളാണെങ്കിലും നമ്മുടെ ഫോൺ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ലൊക്കേഷൻ ഓണാക്കിയാണ് നമ്മളെപ്പോഴും സഞ്ചരിക്കുന്നത്. അപ്പം ലൊക്കേഷൻ ഓണാക്കി നമ്മൾ സഞ്ചരിക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫോണെല്ലാം ചാർജ് ഇറങ്ങും. അതുപോലെ തന്നെ നെറ്റ് ഇറങ്ങും കേട്ടോ. നെറ്റ് അധികം ഇറങ്ങത്തില്ലെങ്കിലും ചാർജ് പെട്ടെന്ന് ഇറങ്ങും. പിന്നെ വെയിലത്ത് വഴിയൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ചാർജ് ഇറങ്ങാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ നോർമലി നൈറ്റൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ചാർജൊക്കെ നിൽക്കും. കാരണം തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബൈക്കോ സ്കൂട്ടറോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇതിനെന്ന് പറഞ്ഞാൽ മൈലേജ് ഉള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അതായത് കുറഞ്ഞൊരു 50 മൈലേജുള്ള വണ്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ചിലവ് നടന്നു പോകാനുള്ള പൈസയാണെങ്കിൽ നമുക്ക് കിട്ടും. അതേസമയം 30, 20, 25 ആ രീതിയിലുള്ള മൈലേജ് വെച്ചുള്ള വണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരിക്കലും അധികം സമ്പാദിക്കാൻ പറ്റത്തില്ല. സമ്പാദിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പെട്രോൾ അടിച്ചു തന്നെ ഒത്തിരി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. അപ്പം അധികം ഇത് നമുക്ക് കിട്ടത്തില്ല, പൈസ കിട്ടാതെ വരും. അപ്പം ഈ ജോലിക്ക് ഇറങ്ങാൻ നേരത്ത് അത്യാവശ്യം നല്ലൊരു മൈലേജുള്ള വണ്ടി തന്നെ എടുക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ പ്ലാറ്റിന, സ്പ്ലെൻഡർ അതുപോലെയൊക്കെയുള്ള വണ്ടികളില്ലേ, അതുപോലത്തെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിലും മതി. തൽക്കാലം ഒരു സെക്കൻഡ് വണ്ടിയാണെങ്കിലും എടുത്താൽ മതി. കാരണം വണ്ടിക്ക് മെയിനായിട്ട് മൈലേജ് വേണം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഒരു മൊബൈൽ ഹോൾഡർ വേണം. മൊബൈൽ ഹോൾഡർ വേണം എന്നുള്ളവർക്ക് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കടയിലാണെങ്കിൽ 40 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും. ഇത് റെയിൻ സർജ് കവറാണ്. അതായത് നമുക്ക് ഇതിനകത്തേക്ക് മൊബൈൽ കയറ്റി വെച്ചിട്ട് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. ഇതിന് 40 രൂപ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ കഴുത്തെ തൂക്കിയിട്ടിട്ടാണെങ്കിൽ മൊബൈൽ ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴുത്തെ തൂക്കിയിട്ടിട്ടാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ നോക്കി ഇങ്ങനെ ഓടിക്കാം. അപ്പം ലൊക്കേഷൻ നോക്കുകയും വണ്ടി ഓടിക്കുക എല്ലാം കൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളാണെങ്കിൽ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം മൊബൈൽ ഹോൾഡർ ഉണ്ടെങ്കിൽ മൊബൈൽ നേരെ തിരിച്ച് വെച്ചിട്ട് ഇതിനകത്ത് വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് മൊബൈൽ ഹോൾഡർ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ എത്ര ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ക്ഷമയെന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ മെയിനായിട്ട് പറഞ്ഞു വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഈ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. കസ്റ്റമറെ വിളിച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് ഫോൺ എടുക്കത്തില്ല. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും ഫോൺ ബെല്ലടിച്ച് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ഫോണിൽ കോള് വന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്ത് നമുക്കവിടെ നമ്മുടെ സമയം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിന്തിക്കത്തില്ല കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ ബെല്ല് വന്നില്ല, ഇങ്ങനത്തെ പല കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അവരുടെ ഫോണിൽ കോള് വരാത്തതായിരിക്കും കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പോലും നമുക്കവിടെ സമയം നഷ്ടമാകുവാണ് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതായത് ബുക്ക് ചെയ്യുന്നത് തൊട്ട് ഓരോരോ കാര്യങ്ങളും ഞാൻ ഒരു പാർട്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എനിക്ക് ഇന്ന കാര്യം മനസ്സിലായില്ല, അതുകൊണ്ട് ഇന്നതിനെക്കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ച് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം ഞാനിത് പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇന്ന കാരണം വെച്ച് ചോദിക്കാവുന്നതാണ്. അതനുസരിച്ച് ഞാൻ ഉത്തരം പറഞ്ഞ് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടുകളിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അപ്പം എല്ലാവർക്കും ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്രദമായ പല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.